Hello my dear students, welcome to our YouTube channel of Farooq Higher Secondary School, Farooq College. I am Nafila here, the Faculty of Mathematics. In our second year Mathematics, there are 13 chapters. The first 6 chapters are included in the first textbook and the remaining are in the second textbook. And our first chapter is Relations and Functions. In this chapter, we will discuss about different types of relations, different types of functions, composition of functions, invertible functions, binary operations, etc. Relations and functions, that is our first chapter. ഇത് നിങ്ങൾക്ക് മുൻപും നല്ല കേട്ട് പരിചയം കാണും അല്ലേ? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നമ്മൾ ഫസ്റ്റ് ഇയറിലും നമ്മൾ സെയിം പേരിൽ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ദെൻ വാട്ട് ഈസ് മീൻ ബൈ റിലേഷൻ? എന്തായിരുന്നു റിലേഷൻ? എന്തായിരുന്നു? യെസ്, റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലേ? കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ഡെഫിനേഷനായിട്ട് നമുക്ക് എങ്ങനെ റിലേഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എങ്ങനെ പറയാം? ദാറ്റ് ഈസ് R is a relation from a non-empty set A to another non-empty set B is a subset of, that is R is a subset of its Cartesian product. Then Cartesian product എങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്? A cross B. എന്താണ്? റിലേഷൻ R is a subset of A cross B. ഇപ്പൊ കാര്യം 1 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്, റിലേഷൻ ഫ്രം എ ടു ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ഡാഷ്. എന്ത് പറയാം? ഇസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഇനി എയിൽ നിന്നും ബിയിലേക്ക് മാത്രമാണോ നമുക്ക് റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? അല്ല, നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചും നമുക്ക് റിലേഷൻ ഡിഫൈൻ ചെയ്യാം അല്ലെ? സപ്പോസ് ആർ ഈസ് എ റിലേഷൻ ഫ്രം ബി ടു എ. റിലേഷൻ ഫ്രം ബി ടു എ ആണെങ്കിൽ എന്തായിരിക്കും? ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് ഏതിന്റെ സബ്സെറ്റ് ആയിരിക്കും? ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് എ ആയിരിക്കും. ബി ക്രോസ് എ. എ ക്രോസ് ബിയും ബി ക്രോസ് എയും സെയിം സെറ്റ് ആണോ? അല്ല, രണ്ടും രണ്ട് ഡിഫറെന്റ് സെറ്റ് ആണ്. അപ്പം 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ റിലേഷൻ എവിടുന്ന് എവിടേക്കാണെന്ന് ശ്രദ്ധിക്കുക. റിലേഷൻ ആർ ഫ്രം എ ടു ബി ആണെങ്കിൽ വിച്ച് ഇസ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. ഇനി റിലേഷൻ ഫ്രം ബി ടു എ ആണെങ്കിൽ ആർ ഈസ് എ റിലേഷൻ ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് എ ആയിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് റിലേഷൻ ഓൺ എ എന്നായിരിക്കും. ആർ ഈസ് എ റിലേഷൻ ആർ ഓൺ എ ആയിരിക്കും. ഇപ്പൊ റിലേഷൻ ഓൺ എ, റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞ ഇവിടെ ബി എന്ന് പറഞ്ഞ വേറൊരു സെറ്റ് ഇല്ല, റിലേഷൻ ഓൺ എ ആണ്. ഈ റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ അത് എവിടുന്ന് എവിടേക്ക് ആയിരിക്കും? റിലേഷൻ ഫ്രം, യെസ്, റിലേഷൻ ഫ്രം എവിടുന്ന് എവിടേക്ക് ആയിരിക്കും? എ ടു എ തന്നെ ആയിരിക്കും. റിലേഷൻ ഫ്രം എ ടു എ. അങ്ങനെയാണെങ്കിൽ റിലേഷൻ ഏതിന്റെ സബ്സെറ്റ് ആയിരിക്കും? റിലേഷൻ ഇസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. യെസ്, എ ക്രോസ് എ. റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. ഈ 3 പോയിന്റ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ? ഇപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ തുടങ്ങിയത് നമ്മൾ റിലേഷനിലായിരുന്നു. റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് റിലേഷനിലാണ്. സോ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി അല്ലെ? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് എ ക്രോസ് ബി? വാട്ട് ഈസ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ്സ്? എന്തായിരുന്നു ഡെഫിനിഷൻ? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ. എ ക്രോസ് ബിയിലെ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി എന്താണ്? എല്ലാ എലമെന്റ്സും ഏത് ഫോമിലായിരിക്കും? ഓർഡേർഡ് പെയർ ഫോമിലായിരിക്കും അല്ലെ? അപ്പൊ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ ബി. എ ക്രോസ് ബിയിൽ വരുന്ന എല്ലാ എലമെന്റ്സിന്റെയും പ്രോപ്പർട്ടി എന്താണ്? എല്ലാം ഓർഡേർഡ് പെയർ ഫോമിൽ വരുന്ന എലമെന്റ്സ് ആയിരിക്കും. Then ordered pair A B such that here the first element is always from the first set A, that is A belongs to A, and the second element is always from the second set B. B belongs to B.
ദാറ്റ് ഈസ് എ ക്രോസ് ബി അല്ലേ. ഇതിൽ വരുന്ന ഫസ്റ്റ് എലമെന്റ് നമ്മൾ എ ക്രോസ് ബി ആണ് എടുത്തതെങ്കിൽ ഫസ്റ്റ് സെറ്റിൽ നിന്നുള്ള എലമെന്റ് ആയിരിക്കും എ എന്നുള്ളത്, ബി എന്നുള്ളത് സെക്കൻഡ് സെറ്റിൽ നിന്നും വരുന്ന എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ആക്ച്വൽ ഡെഫിനിഷൻ ഓഫ് എ ക്രോസ് ബി. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഈക്വൽ ടു സെറ്റ് 1, 2 and b equal to set a b, then what is a cross b? A cross b is equal to, a cross b എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എല്ലാ എലമെന്റ്സും ഏത് ഫോമിലാണ്, ഓർഡേർഡ് പെയർ ഫോമിലാണ് വരുന്നത് അല്ലേ. സോ എ ക്രോസ് ബി നമുക്ക് എങ്ങനെ എഴുതാം, എ ക്രോസ് ബി എങ്ങനെ എഴുതാം, ഫസ്റ്റ് എലമെന്റ് എല്ലാ എലമെന്റും ഓർഡേർഡ് പെയർ ഫോമിലായിരിക്കും. സോ നമുക്ക് എലമെന്റ്സ് എങ്ങനെ എഴുതാം, 1A, ഫസ്റ്റ് എലമെന്റ് എയിൽ നിന്നും സെക്കൻഡ് എലമെന്റ് ബിയിൽ നിന്നും ആയിരിക്കണം. സോ 1A അല്ലേ, 1A, then നെക്സ്റ്റ് എലമെന്റ് 1B, 1B and the next element 2A, 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 comma, then next element 2B, 2B, 2B. That is A cross B. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ്, എയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്കറിയാം, ബിയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്കറിയാമെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ആണ്. അതായത് ഹിയർ നമ്പർ ഓഫ് n ഓഫ് എ ഈസ് ഈക്വൽ ടു 2 ആണ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി സെറ്റ് എ ഈക്വൽ ടു 2 ആണ്. ആൻഡ് n ഓഫ് ബി, ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, n ഓഫ് ബി ഈസ് ഈക്വൽ ടു 2. Then A cross B എത്ര elements ഉണ്ട്, 1, 2, 3, 4, that is 2 into 2. There are 4 elements in A cross B. അപ്പോൾ നമുക്ക് എങ്ങനെ ജനറൽ ആയിട്ട് പറയാം, if n of A equal to m, number of elements in the set A equal to m and number of elements in the set B equal to n, then what is the number of elements in the cross product, Cartesian product of A cross B? What is n of A cross B? എന്താണ്, n of A into n of B ആണ് അല്ലേ, that is m into n, that is n of A cross B is equal to mn. mn elements എവിടെ ഉണ്ടായിരിക്കും, A cross B യിൽ ഉണ്ടായിരിക്കും. ക്ലിയർ? that is n of A cross B equal to mn എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും, mn എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഇവിടുത്തെ m എന്തായിരുന്നു, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി സെറ്റ് എ ആൻഡ് n ഈസ് ദി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി സെറ്റ് ബി. നൗ നമ്മൾ റിലേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ് അല്ലെ. റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി, റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ്സുകൾ വരുന്നുണ്ടോ അത്രയും റിലേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാലോ ഫ്രം എ ടു ബി. നിങ്ങൾ ആ ഡെഫിനിഷൻ ശ്രദ്ധിക്കുക, റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ്. അപ്പൊ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ്സുകൾ ഉണ്ടോ അത്രയും തന്നെ റിലേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ സബ്സെറ്റോ നമ്പർ ഓഫ് സബ്സെറ്റ്സും ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബിയും നമുക്ക് കണക്ട് ചെയ്യാം. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ എ ക്രോസ് ബി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഈ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ്സുകൾ ഉണ്ടായിരിക്കും, എത്ര എണ്ണം ഉണ്ടായിരിക്കും പറയാലോ നമുക്ക്. ഇപ്പം ഒരു എലമെന്റ് വരുന്ന ഒരു സബ്സെറ്റ് ഉണ്ടായിരിക്കും അല്ലെ, 1A, സെറ്റ് 1A, സെറ്റ് 1B, സെറ്റ് 2A, സെറ്റ് 2B. ദെൻ 2 എലമെന്റ്സ് വരുന്ന സബ്സെറ്റ്സുകൾ ഉണ്ടായിരിക്കും, 3 എലമെന്റ്സ് വരുന്ന സബ്സെറ്റ്സുകൾ ഉണ്ടായിരിക്കും, ദെൻ 4 എലമെന്റ്സ് വരുന്ന സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ജനറൽ ആയിട്ട് നമുക്ക് ഇപ്പം ഇഫ് n ഓഫ് A ഈക്വൽ ടു m, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി സെറ്റ് എ ഈക്വൽ ടു m ആണെങ്കിൽ ആ സെറ്റിന് എത്ര സബ്സെറ്റ്സുകൾ ഉണ്ടായിരിക്കും, then what is the number of subsets of A? number of subsets of A എന്തായിരുന്നു, യെസ് എന്തായിരുന്നു, 2 raised to m, 2 raised to. ഒരു സെറ്റിൽ m നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2 raised to that number of subsets ആ ഒരു സെറ്റിന് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു, ജനറൽ ആയിട്ട് നമ്മളിവിടെ പറഞ്ഞു എ ക്രോസ് ബിയിൽ mn എലമെന്റ്സ് ഉണ്ട്
ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ്സുകൾ ഉണ്ടായിരിക്കും? വാട്ട് ഈസ് ദി നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി? എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ്സുകൾ ഉണ്ടായിരിക്കും? 2mn. യെസ്, 2mn സബ്സെറ്റ്സുകൾ ഉണ്ടായിരിക്കും എ ക്രോസ് ബിക്ക്. ഓക്കെ, ഇപ്പൊ നമ്മൾ സബ്സെറ്റ്സും റിലേഷനും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര സബ്സെറ്റ്സുകൾ ഉണ്ടോ അത്രയും റിലേഷൻസ് പോസിബിൾ ആണ് ഫ്രം എ ടു ബി. സോ വി ക്യാൻ സേ ദാറ്റ് നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? 2mn. കറക്റ്റ്, 2mn. ക്ലിയർ? അപ്പം നമ്മൾ 2 നമ്പർ ഓഫ് സബ്സെറ്റ്സ് നമ്മൾ ഓൾറെഡി പ്ലേസ്മെന്റിൽ പഠിച്ചതാണ്. 2m എന്നുള്ളത് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി തന്നെയാണ് നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി, ബിക്കോസ് റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ക്ലിയർ? ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് എന്ത്? റിലേഷൻ എന്നുള്ളത്, അല്ലേ? ഇനിയിപ്പം നമ്മൾ എ ടു ബി ആയതുകൊണ്ട് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. ബി ടു എ ആണെങ്കിൽ ബി ക്രോസ് സബ്സെറ്റ് ആയിരിക്കും റിലേഷൻ. ഇനി റിലേഷൻ ഓൺ എ എന്നായിരുന്നെങ്കിൽ എന്തായിരുന്നു? എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും റിലേഷൻ, അല്ലേ? ഇനി ഈ എ ക്രോസ് ബിയുടെ ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന 2 സബ്സെറ്റ്സുകൾ ഏതൊക്കെയാണ്? ഇനി എ ക്രോസ് ബി തന്നെ ആണെന്നൊരു നിർബന്ധമില്ല. ഏതൊരു സെറ്റ് ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന 2 സബ്സെറ്റ്സുകൾ ഏതൊക്കെയാണ്? യെസ്, വെരി ഗുഡ്. ഏതൊക്കെയാണ്? ഒന്ന് 5, അല്ലെ? മറ്റൊന്ന് ദി സെയിം സെറ്റ്. എ ക്രോസ് ബി ആണെങ്കിൽ എ ക്രോസ് ബി തന്നെ അതിന്റെ ഒരു സബ്സെറ്റ് ആണ്, അല്ലെ? ദാറ്റ് ഈസ് വി നോ ദാറ്റ് 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ് ആൻഡ് എവറി സെറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ സബ്സെറ്റ്, അല്ലെ? ഇനി അതായത് ഏതൊരു സെറ്റിന്റെയും ഏറ്റവും ചെറിയ സബ്സെറ്റ് ആണ് ഏത്? 5 എന്നുള്ളത്. ഏറ്റവും വലിയ സബ്സെറ്റ് ആണ് ആ സെയിം സെറ്റ് ഒരു ഫുൾ സെറ്റ്. എ ക്രോസ് ബി ആണെങ്കിൽ എ ക്രോസ് ബി തന്നെ, അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി, അല്ലെ? 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഈ സബ്സെറ്റിനെയാണല്ലോ നമ്മൾ എന്ത് പറയുന്നത്? റിലേഷൻ എന്ന് പറയുന്നത്. സോ 5 എന്നുള്ളത് എന്തായിരിക്കും? ഒരു റിലേഷൻ കൂടിയായിരിക്കും, അല്ലെ? ദാറ്റ് ഈസ് 5 എന്നുള്ളത് ഒരു റിലേഷൻ ആണ്. 5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 5 ഈസ് ആൻ എംപ്റ്റി സെറ്റ്, അല്ലെ? ദർ ഈസ് നോ എലമെന്റ്. സോ നമുക്കതിലെ ഒരു എലമെന്റും മറ്റൊരു എലമെന്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, സാധ്യമല്ല, അല്ലെ? ദാറ്റ് ഈസ് നോ എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് ബി. സോ ദിസ് റിലേഷൻ 5 ഈസ് കോൾഡ് ആൻ എംപ്റ്റി റിലേഷൻ. വാട്ട് ഈസ് എംപ്റ്റി റിലേഷൻ? നമുക്ക് അതിൽ നിന്നും തന്നെ ക്ലിയർ ആണ്. 5 എന്ന് പറഞ്ഞാൽ തന്നെ എംപ്റ്റി സെറ്റ് ആണ്, എംപ്റ്റി സബ്സെറ്റ് ആണ്. സോ വിച്ച് ഈസ് കോൾഡ് എംപ്റ്റി റിലേഷൻ. Then what about A cross B? A cross B യുടെ പ്രോപ്പർട്ടി എന്തായിരുന്നു? A cross B എന്ന് പറഞ്ഞാൽ ദി ഹോൾ സെറ്റ് ആണ്, അല്ലെ? A cross B യുടെ ഒരു സെറ്റിന്റെ ഏറ്റവും വലിയ സബ്സെറ്റ് ആ സെറ്റ് തന്നെയാണ്. സോ ഇതിലുള്ള A cross B യുടെ എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടായിരിക്കും? A cross B സെയിം സെറ്റ് ആണ്, പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. എല്ലാ എലമെന്റ്സും A cross B യിൽ ഉണ്ടായിരിക്കും, അല്ലെ? സോ ഏറ്റവും വലുത് എന്ന് നമ്മൾ സെറ്റിന്റെ കേസിൽ മാത്തമാറ്റിക്കലി നമ്മൾ എങ്ങനെയാ പറയാ? ഒരു വേർഡ് ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അത്? യെസ്, യൂണിവേഴ്സൽ. ദാറ്റ് ഈസ് അപ്പം എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് എ ക്രോസ് ബിനെ നമുക്ക് എന്ത് പറയാം? സബ്സെറ്റ് ആയതുകൊണ്ട് എ ക്രോസ് ബി ഒരു റിലേഷൻ ആയിരിക്കും, അല്ലെ? സോ എ ക്രോസ് ബിയും എന്ത് തന്നെയാണ്? മറ്റൊരു റിലേഷൻ ആണ്. ആൻഡ് ദാറ്റ് റിലേഷൻ ഈസ് കോൾഡ് യൂണിവേഴ്സൽ റിലേഷൻ. വാട്ട് ഈസ് യൂണിവേഴ്സൽ റിലേഷൻ? അപ്പം ദിസ് ഈസ് എംപ്റ്റി റിലേഷൻ ആൻഡ് A cross B is the universal relation. Okay. First 2 relations നമ്മൾ ഇവിടെ പറഞ്ഞു. First one is empty relation, that is 5 is an empty relation, and second one universal relation, that is A cross B is an universal relation. Okay. ഇത് രണ്ടും സബ്സെറ്റ് ആയതുകൊണ്ട് നമ്മൾ റിലേഷൻ ആണെന്ന് പറഞ്ഞു. ഇനി എ ക്രോസ് ബിക്ക് ഈ 2 സബ്സെറ്റ്സുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? അല്ല, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 2mn നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലെ? നമ്മൾ നേരത്തെ ചെയ്തൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. എ ക്രോസ് ബിയിൽ there are 4 elements, അല്ലെ? അപ്പൊ ഈ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ്സുകൾ ഉണ്ടായിരിക്കും? വാട്ട് ഈസ് ദി നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി? നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു
2 raised to, there are 4 elements, so number of subsets is 2 raised to 4, that is 16 subsets അല്ലേ. സോ നമുക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടോ അത്രയും തന്നെ റിലേഷൻസ് പോസിബിൾ ആണ്. സോ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി, നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി, എത്ര റിലേഷൻസ് പോസിബിൾ ആണ്? 16 റിലേഷൻസും പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ അതിൽ ഒരു 2 റിലേഷൻ മാത്രമേ നമ്മളിവിടെ പറഞ്ഞുള്ളൂ അല്ലെ. ഇപ്പൊ ഏതൊരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് 2 റിലേഷൻസ് എളുപ്പം നമുക്ക് പറയാം. ഒന്ന് എംപ്റ്റി റിലേഷൻ ആണ്, മറ്റൊന്ന് യൂണിവേഴ്സൽ റിലേഷൻ ആണ്. ഇത് കൂടാതെ വേറെയും ഒരുപാട് റിലേഷൻസ് എ ക്രോസ് ബിക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ 2 റിലേഷൻസ് മാത്രം, എംപ്റ്റി റിലേഷൻ ആൻഡ് യൂണിവേഴ്സൽ റിലേഷൻ, that 2 relations are called trivial relation. What is trivial relation? ഈ 2 റിലേഷൻസിന് മാത്രമായിട്ട് നമ്മളൊരു പേര് പറയുന്നുണ്ട്, which is called trivial relations. സോ ഇതിൽ വരുന്ന മറ്റെല്ലാ റിലേഷൻസും ഇപ്പം എന്തായിരിക്കും? നോൺ ട്രിവിയൽ റിലേഷൻസ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒന്ന് നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് is equal to എന്തായിരുന്നു? 2 raised to mn ആണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ്, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് നോൺ ട്രിവിയൽ റിലേഷൻസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് നോൺ ട്രിവിയൽ റിലേഷൻസ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് എന്താണ്? 2 raised to mn ആണ്. സോ നോൺ ട്രിവിയൽ റിലേഷൻസ് അപ്പൊ എന്തുണ്ടായിരിക്കും? അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ ട്രിവിയൽ റിലേഷൻസ് അല്ലെ. അപ്പൊ ടോട്ടലിൽ നിന്നും ആ 2 ട്രിവിയൽ റിലേഷൻസ് നമുക്ക് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് നോൺ ട്രിവിയൽ റിലേഷൻസ് കിട്ടും. സോ നമ്പർ ഓഫ് നോൺ ട്രിവിയൽ റിലേഷൻസ് ഈസ് ഈക്വൽ ടു 2 raised to mn minus 2. ക്ലിയർ? ദെൻ അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്പർ ഓഫ് നോൺ എംപ്റ്റി റിലേഷൻസ്. ഇപ്പൊ ഇവിടെ എത്ര എംപ്റ്റി റിലേഷൻസ് ഉണ്ട്? ഒരു എംപ്റ്റി റിലേഷൻ ഉണ്ട് അല്ലേ. സോ നമ്പർ ഓഫ് നോൺ എംപ്റ്റി, ബാക്കിയുള്ളതൊന്നും എംപ്റ്റി അല്ല, നോൺ എംപ്റ്റി റിലേഷൻസ് ആണ്. സോ നമ്പർ ഓഫ് നോൺ എംപ്റ്റി റിലേഷൻസ് ഈസ് ഈക്വൽ ടു, ടോട്ടൽ നമുക്കറിയാം 2 raised to mn ആണ്. ദെൻ ഒരു എംപ്റ്റി റിലേഷൻ ഉണ്ട്. സോ നമ്പർ ഓഫ് നോൺ എംപ്റ്റി റിലേഷൻസ് എന്തായിരിക്കും? 2 raised to mn മൈനസ് ദാറ്റ് എംപ്റ്റി റിലേഷൻ, ദാറ്റ് ഈസ് -1. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നന്നായി നോട്ട് ചെയ്ത് വെക്കാം. Number of relations, total number of relation is 2 raised to mn, and number of non-trivial relation is 2 raised to mn minus 2, and number of non-empty relations is equal to 2 raised to mn minus 1. ഇതിൽ m ഉം n ഉം എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. What is m? Number of elements in the set A, and n is number of elements in the set B, because നമ്മളുടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് R from A to B ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാര്യമായിട്ടും നമ്മൾ +1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക്സ് ആണ് നമ്മൾ ഇന്ന് കാര്യമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തത് അല്ലേ. ദെൻ എന്തായിരുന്നു റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി അല്ലേ. ദെൻ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിലേഷൻ ഓൺ എ എന്ന് പറയുമ്പം ശ്രദ്ധിക്കുക, റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞ റിലേഷൻ എവിടെ നിന്ന് എവിടേക്കാണ്? റിലേഷൻ ഫ്രം എ ടു എ തന്നെയാണ്. Then total number of relations is equal to എന്തായിരുന്നു? total number of relations from A to B is equal to 2 raised to mn, where m equal to n of A and n equal to n of B. Then നമ്മൾ types of relations പറഞ്ഞു. അതിൽ നമ്മൾ phi is called empty relation, then A cross B is called universal relation. അതായത് നിങ്ങൾ റിലേഷൻ ഫ്രം എ ടു ബി ആണെങ്കിൽ എ ക്രോസ് ബി ആണ് യൂണിവേഴ്സൽ റിലേഷൻ വരുന്നത്. ഇനി റിലേഷൻ ഫ്രം എ ടു എ ആണെങ്കിൽ യൂണിവേഴ്സൽ റിലേഷൻ എന്തായിരിക്കും? എ ക്രോസ് എ തന്നെയായിരിക്കും. ദെൻ നമ്മൾ എംപ്റ്റി റിലേഷനെയും യൂണിവേഴ്സൽ റിലേഷനെയും ദേ ആർ സംടൈംസ് കോൾഡ് ട്രിവിയൽ റിലേഷൻസ്. Then total number of non-trivial relations is equal to എന്തായിരുന്നു? 2 raised to mn minus 2, and number of non-empty relations is equal to 2 raised to mn minus 1.
ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ +1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന ക്ലാസ്സുകളിൽ നിന്ന് കൂടുതൽ ക്ലിയർ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.